സാധാരണ കോൺഗ്രസ് നേതാക്കന്മാര് അഹങ്കാരികളും തോന്നിയാസക്കാരും കൊള്ളരുതാത്തവരുമായി മാറുന്നത് മന്ത്രിയായ ശേഷമോ ഒന്നോ രണ്ടോ തവണ എംപിയോ MLA ഒക്കെ ആയ ശേഷമോ ആണ്. എംപിയും MLAയുമായ ആദ്യ ടൈമില് മികച്ച പ്രതിച്ഛായയായിരിക്കും. രണ്ടാം ടൈം മുതലാണ് സാധാരണ വഷളാവുക. ആരോപണ വിധേയനായ യുവനേതാവിന്റെ കാര്യത്തിൽ ഇതെല്ലാം നേരത്തെ സംഭവിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായ കാലം മുതൽ തന്നെ അഹങ്കാരി എന്ന പേര് സമ്പാദിച്ചു. പിന്നെ മുതിർന്ന നേതാക്കൾക്ക് പോലും ഇല്ലാത്ത പല ദൂഷ്യങ്ങളും ഒപ്പം കൂട്ടി. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സംഘടനാ പ്രവർത്തനങ്ങൾക്കപ്പുറമുള്ള മറ്റു പല കലാപരിപാടികൾ വഴിയാണ് കക്ഷി ഫെയിമായത്. വനിതാ സഹപ്രവർത്തകരെ പരിചയപ്പെട്ടാൽ ഉടനെ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപദേശിക്കുമത്രേ. ഏറെ സുരക്ഷിതവും വാട്സപ്പിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി രഹസ്യാത്മകവുമാണ് ടെലഗ്രാം. രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ നേതാവ് തിരക്കിലായിരിക്കും. ഈ സമയത്താണ് വനിതാ സഹപ്രവർത്തകരെ വിളിക്കുന്നതും മെസ്സേജ് ചെയ്യുന്നതുമെല്ലാം. ചാറ്റ് തുടങ്ങിയാൽ പിന്നെ അതിൽ പറയേണ്ടതും പറയരുതാത്തതും എന്തെന്ന് കക്ഷിക്ക് തന്നെ നിശ്ചയമില്ല. അങ്ങനെയാണ് സംഘടനയ്ക്കുള്ളിൽ ചാറ്റർജി എന്ന പേര് വീണത്. അത്യാവശ്യം പ്രൊഫൈലുള്ള സുന്ദരിമാരെ തെരഞ്ഞുപിടിച്ചാണ് ഇദ്ദേഹം ചാറ്റ് തുടങ്ങുന്നത്. ചാറ്റിൽ വീണാൽ പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് അയച്ചണം. കോൺഗ്രസിലെ ഏറ്റവും ആദരണീയനായ നേതാവിന്റെ മകൾക്കും ഒരിക്കൽ ചാറ്റർജിയുടെ ചാറ്റിന്റെ മണം അറിയാൻ കഴിഞ്ഞു. അവർ ഉടനെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവിനോട് വിവരം പറഞ്ഞു. ഒപ്പം അവരുടെ ചാറ്റിൽ ഇയാളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അതോടെ ആ വഴി അടഞ്ഞു. പക്ഷേ വലിപ്പ ചെറുപ്പമില്ലാതെ നമ്മുടെ ചാറ്റർജി പണി തുടർന്നു കൊണ്ടേയിരുന്നു. കേന്ദ്രത്തിൽ നിന്നെത്തിയ ദേശീയ വനിതാ നിരീക്ഷകയുടെ സഹായിയായി ഒപ്പം വന്ന യുവതിയായിരുന്നു അടുത്ത ഇര. അതും പിന്നീട് പരാതിയായി. അതാണ് പുതിയ ഇരകള് തുറന്നു പറച്ചിലും നടത്തിയ ഉടൻ ചാറ്റർജിയുടെ കയ്യിലിരിപ്പ് ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുത്താനും നടപടിക്കും തീരുമാനമായത്. ഒരു മുൻ MPയുടെ പുത്രിയുമായും സൗഹൃദം സ്ഥാപിച്ചെങ്കിലും അതും അല്ലറ ചില്ലറ പരാതിയായി അവസാനിച്ചു. KSU ഗ്രൂപ്പിലെ വനിതാ പ്രവർത്തക ഇന്ന് പരസ്യമായി ഇട്ട പോസ്റ്റ് ഒട്ടും കൊള്ളില്ലാത്തവൻ എന്നാണ്. എന്തായാലും ചാറ്റ് കളികളും അല്ലാത്ത കളികളും ഒക്കെ പുറത്താകും മുമ്പ് അദ്ദേഹത്തിന് നേതാവാകാനും MLA ആകാനും കഴിഞ്ഞുവെന്നത് അദ്ദേഹത്തിന്റെ നേട്ടമാണ്. ഇനി ആ വഴി പോകേണ്ടി വരില്ലെന്ന് മാത്രം.